ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സാമൊക്കെ വരികയാണ്. അപ്പം എൻ്റെ ഈ മാസം 27 തുടങ്ങുമ്പോൾ ഫസ്റ്റ് പഠിച്ച ഇംഗ്ലീഷാണ്. നമുക്കൊരു എക്സാം പ്ലാനർ ഉണ്ടാക്കിയാലോ. അതിൻ്റെ പെന്ന്, സ്കെയില്, കുറച്ച് ഇതാക്കാൻ വേണ്ടി കുറച്ച് കളേഴ്സ്. ഞാൻ ബ്രഷ് പെന്നെ യൂസ് ചെയ്ത് ലാറിനാണ് ഒന്ന് ഞാൻ എടുത്ത് വെച്ചതാണ് ബ്ലാക്ക്. പിന്നെ 2 ഹൈലൈറ്റർ ആവശ്യം എന്നാലും ഞാൻ വെറുതെ വെക്കുന്നുണ്ട്. പിന്നെ ഒരു പെൻസിലും കൂടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ വെച്ചിട്ടൊരു എക്സാം പ്ലാനർ ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് നമ്മളൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാ സബ്ജക്റ്റും ഉണ്ടാക്കണം. ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഉണ്ടായി കാണിച്ചു തരികയാണ്. ഫസ്റ്റ് തലക്ക് കൊണ്ടുപോയിക്കാണ്ട് എക്സാം പ്ലാനറിന് എഴുതാൻ പോവുകയാണ് കേട്ടോ. ക്യൂടെ ഞാൻ ഫസ്റ്റ് എഴുതിയിരുന്നിട്ട് ഞാൻ എന്ത് കലാകാരങ്ങൾ തുടങ്ങുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ എക്സാം പ്ലാനറിന് എഴുതുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സാം എഴുതിയിട്ട് പ്ലാനറിന് എഴുതുന്നുണ്ട്. സ്പീഡിൻ്റെ വള്ളി ചെറുതായി പോയി, ശരിയാ. പ്ലാനറിന് എഴുതുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മളിത് ശരിയൊരു ഡേറ്റ് എന്ന് എഴുതുന്നുണ്ട്. ഡേറ്റ് എന്ന് എഴുതിക്കാണ്ട് താഴെ 2 കുത്തിട്ടിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് താഴെ വരക്കുന്നുണ്ട്. ഇനി അതിന് താഴെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഉള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇനി ആവശ്യമുള്ള ഇതിപ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷ് ആയത് ഇംഗ്ലീഷ് ഏത് ഡേ ഉള്ളതൊരു സർക്കിൾ കളർ ചെയ്യാനാണ്. പിന്നെ ഞാൻ ഇത് 4 വരെ ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു വെച്ചാൽ ഫസ്റ്റ് വരച്ചിട്ട് പറയാം. ഇനി നമുക്കിതിൻ്റെ മേലെ സബ്ജക്റ്റ് എന്ന് എഴുതാം. ഇനി ഇത് തൊട്ടപ്പുറത്ത് ക്ലാസ് എന്ന് എഴുതാം. പിന്നെ 2 കളിയിൽ പിന്നെ എന്താ എഴുതുന്നത് കുറേ ആലോചിച്ചു. പിന്നെ മനസ്സിലായി നമുക്ക് ടീച്ചർ എന്ന് എഴുതാം. അതായത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഏത് ടീച്ചറാണോ ആ ടീച്ചറിൻ്റെ പേര്. അപ്പോൾ വെറുതെ ഇതിന് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്തും ആ ടീച്ചറിന് എഴുതാൻ വിചാരിച്ചു. കുറേ ആലോചിച്ചിട്ട് ടീച്ചറിന് എഴുതാം. നമ്മൾ സൈൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ സൈൻ ഓർമ്മിക്കുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട്. രണ്ട് കുത്ത് എല്ലാത്തിനും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ആ ഒരു പേപ്പറിൻ്റെ ബാക്കി പറഞ്ഞ ഒരു പോർഷനിൽ ഹാഫോളം നമ്മളതൊരു സ്ക്വയർ വരയ്ക്കാൻ പോവാണ്. ഇതിലധികം സ്ക്വയറാണ് ഇനി വരാൻ പോകുന്നത്. ഈ ലോങ് സ്ക്വയർ കുറച്ച് പോർഷൻ വിടണം കേട്ടോ. റൈറ്റ് സൈഡിൽ കുറച്ച് ഇഷ്ടമാണ്, ലെഫ്റ്റിലാണ് നമ്മളിത് വരയ്ക്കണത്. നമ്മൾ ഇവിടെ വരച്ചത് അതേപോലെ സ്ക്വയർ ആക്കണം. എന്നെ വെച്ച് നമ്മളിതിപ്പോൾ ഒരു ടൈം വെച്ചിട്ട് ഇന്ന ടൈമിൽ ഇത്രയും പോർഷൻ പഠിച്ച് തീർക്കണം, അങ്ങനെ ചെയ്യാനാണ് ഞാൻ ഇത് വെക്കണത്. നമ്മളിതേപോലെ ഇവിടെ എഴുതായിട്ടുണ്ട്, വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് നടുക്കൂടി വരച്ചു, നടുകൂടി എല്ലാ സൈഡിൽ കുറച്ച് പോർഷൻ വരച്ചെടുക്കാം. നമ്മളെ ചെറിയ പോർഷനിൽ ടൈമൊന്നും മറ്റേ വലിയ ബിഗ് പോർഷനിൽ സ്റ്റഡി യൂണിറ്റ് ഒന്നും എഴുതണം. നമ്മൾ സ്റ്റഡി ചെയ്ത യൂണിറ്റ് ചെയ്തതിന് നമ്മളോട് ടൈം ഒന്ന് എഴുതുന്നുണ്ട്. നമ്മളിത് അവിടെ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഫുൾ നമുക്ക് വരച്ച് പോവാം.
അപ്പോൾ ഗൈസ് നമ്മളിത് ഫുള്ള് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടൈം ചെയ്ത് ഫസ്റ്റ് 6 മണി നേരിട്ടുണ്ട്, പിന്നെ 6:10, 6:20, 6:20 അങ്ങനെ നമ്മൾ 9 മണി വരെ സ്റ്റഡി ടൈം. നമുക്ക് 9 മണി വരെ എഴുതാം. അപ്പോൾ ഗൈസ് നമ്മളിത് 9 മണി വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിതിൽ തൊട്ടപ്പുറത്തായിട്ട് അൺസ്റ്റഡി പാർട്ട്, നമുക്ക് എത്ര പഠിച്ചിട്ടും മനസ്സിലാവാത്തൊരു പോർഷൻ ഉണ്ടാവുമല്ലോ, അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഈ ഒരു പേജിൻ്റെ നമ്മൾ എഴുതാത്ത പോർഷൻ്റെ ഒരു ഹാഫായിട്ട് അവിടെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ അൺസ്റ്റഡി പാർട്ട്, അതായത് നമുക്കിപ്പോൾ എത്ര വായിച്ചിട്ടും പഠിച്ചിട്ടും തലയിൽ കയറാത്ത പോർഷൻസ് എഴുതാനാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളിതേപോലെ എല്ലാത്തിനും വരക്കണ മെയിൻ ലൈൻ വരച്ചിട്ട് അൺസ്റ്റഡി പാർട്സ് എഴുതിയിട്ടുണ്ട്. ഇനി കുത്ത് നമുക്ക് എന്തെങ്കിലും ഇടണമല്ലോ, കുത്തിട്ടിട്ട് ശേഷം ഇനി ബാക്കി പോർഷനിൽ നമ്മൾ ഇതേപോലെ ബോക്സ് വരച്ചിട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക പേജ് നമ്പേഴ്സിൻ്റെ ഇതൊക്കെ എഴുതാൻ പറ്റിയ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ഞാനവിടെ പേജ് നമ്പേഴ്സ് എഴുതാൻ വിചാരിച്ചത്, കാരണം നോട്ട്സ് ആണെങ്കിൽ ഒരുപാട് എഴുതാനുണ്ടാവില്ല. നമ്മളിതേ നോട്ട്സും കൂടെ എഴുതണം. അതിൻ്റെ മുന്നേ ഈ ലാസ്റ്റ് ഇനി വെറുതെ ഡബിൾ കുഴപ്പം, ഫസ്റ്റ് പക്ഷേ ഇംഗ്ലീഷ് അല്ല, നമ്മൾ ഇംഗ്ലീഷ് എഴുതാൻ വിചാരിക്കണം. പിന്നെ ഇത് നേരിട്ട് എഴുതിയ കേസ് വേണ്ട കൊളാവാൻ നല്ല ചാൻസ് ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പെൻസിലിട്ട് എഴുതിയിട്ട് അതിൻ്റെ മേലിൽ കൂടി നമ്മൾ പെന്നായിട്ട് എഴുതാൻ പോവുകയാണ്. നമ്മൾ ബ്ലാക്ക് ഇങ്കറ്റ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇംഗ്ലീഷ് കാലിഗ്രഫി കാസികളിൽ എഴുതിയത്. അപ്പോൾ ഇനി നമ്മൾ കുത്തല്ലാത്തതിന് വേണമെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഈ ഒരു ഭാഗത്ത്, അതായത് ഇംഗ്ലീഷിൽ ഈ എന്തോ പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു നോട്ട്സ് എഴുതിയിട്ടുണ്ട്. നമ്മൾ മറ്റേ ലൈൻസ് വരയ്ക്കണില്ല, സാധാ വലിയ നോട്ട്സ് എഴുതിക്കാണ്ട് ആ നോട്ട്സിൻ്റെ താഴെ നമ്മൾ ലൈൻസ് വരയ്ക്കാൻ പോകണം കേട്ടോ. അത് നമ്മൾ ഗ്രിഡ് ലൈൻ അല്ലാതെ വരക്കില്ല, ലൈൻ നമ്മളെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ലൈൻ നോട്ട് ബുക്ക് അറിയില്ല, അതിൻ്റെ 1 ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആനുവൽ എക്സാം എടുക്കുക, യൂണിറ്റ് ടെസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാനർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്ന് കളറാക്കണം. എനിക്ക് അങ്ങനെ കളറാക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ നമ്മളെ നമ്മൾ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ആ പ്ലാനറിൻ്റെ അവിടെ ബ്ലൂ വെച്ചിട്ട് എക്സാം പ്ലാനർ അതിന് മേലെ കൂടി എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓറഞ്ച് കളർ എടുത്ത് സബ്ജക്റ്റ്, ടീച്ചർ, ക്ലാസ്, സൈൻ അതിൻ്റെ മേലെ കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മളുടെ ടൈം, സ്റ്റഡി, യൂണിറ്റ് എന്നുള്ളതിനൊരു ഗ്രീൻ കളർ വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മൾ അൺസ്റ്റഡി പോർഷൻ ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ ഗ്രീൻ വെച്ച് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കളർ വെച്ച് ഒരു യെല്ലോ കളർ വെച്ച് ചെയ്തു. ഇനി നമ്മളതിനെ താഴെ നോട്ടിനൊരു റെഡ് കളർ വെച്ച് ചെയ്യാം. റെഡ് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലാനർ. ഇനി നമുക്ക് ഇങ്ങനത്തെ പ്ലാനർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇനി ഇങ്ങനത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.